Hello everyone, Adil here. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സുകളിലായിട്ട് കുറച്ച് ടാഗ്സും HTML ടാഗ്സും കാര്യങ്ങളെല്ലാം പരിചയപ്പെട്ടു അല്ലേ? അപ്പോൾ ഇത് നമുക്ക് എന്താണ് ഇന്നത്തെ ക്ലാസ്സിൽ കുറച്ച് അധികം ടാഗ്സ് കൂടി പരിചയപ്പെടാനുണ്ട്. അപ്പോൾ കഴിഞ്ഞ ക്ലാസ്സുകളിൽ നമ്മൾ പഠിച്ച കാര്യങ്ങളൊക്കെ ഒന്ന് നിങ്ങൾ എന്തായാലും ഒന്ന് റിവൈസ് ചെയ്ത് നോക്കണം. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ചെയ്ത് വെച്ചിട്ടുള്ള ടാഗ്സും കാര്യങ്ങളൊക്കെയാണ് അത്. അപ്പോൾ ഇത് എന്ത് ചെയ്യാം, ഒന്ന് റിവൈസ് ചെയ്ത് നോക്കാം. നമുക്ക് എന്ത് ചെയ്യാം, അപ്പോൾ നെക്സ്റ്റ് പുതിയ കുറച്ച് പോർഷൻസ് കൂടി നമുക്കൊന്ന് കവർ ചെയ്യാം. നമുക്ക് എന്ത് ചെയ്യാം, ജസ്റ്റ് ഞാൻ എന്ത് ചെയ്യുന്നുണ്ട്, പുതിയൊരു HTML ഡോക്യുമെന്റ് ക്രിയേറ്റ് ചെയ്യുന്നുണ്ട് കേട്ടോ. അതിലാണ് ഇന്നത്തെ ക്ലാസ്സുകളെല്ലാം നമ്മൾ എന്ത് ചെയ്യുന്നത്, പ്രാക്ടീസ് ചെയ്യുന്നത് പുതിയൊരു HTML ഡോക്യുമെന്റ്. വേറെ കൺഫ്യൂഷൻ ഒന്നും വേണ്ട, ജസ്റ്റ് ഒരു പുതിയൊരു HTML ഡോക്യുമെന്റ് ക്രിയേറ്റ് ചെയ്യുന്നു. അതിലാണ് ബാക്കിയുള്ള കാര്യങ്ങളെല്ലാം ഒന്ന് പ്രാക്ടീസ് ചെയ്യുന്നു എന്നുള്ള മനസ്സിലാക്കുക. ഓക്കെ, വേറെ കൂടുതൽ എന്താ പറയുക കൺഫ്യൂഷൻസിനോ കാര്യങ്ങൾക്കൊന്നുമില്ല. ജസ്റ്റ് ഒരു പുതിയ HTML ഡോക്യുമെന്റ് എന്ത് ചെയ്യുന്നു, നമ്മൾ ഫസ്റ്റ് ഒന്ന് ക്രിയേറ്റ് ചെയ്തില്ല, HTML 2001 എന്ന് പറഞ്ഞിട്ടൊരു HTML ഡോക്യുമെന്റ് നമ്മൾ ക്രിയേറ്റ് ചെയ്തിട്ട് അതിലാണല്ലോ നമ്മൾ കാര്യങ്ങളെല്ലാം ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അതുപോലെ നമ്മൾ എന്ത് ചെയ്യുന്നു, പുതിയൊരു HTML ഡോക്യുമെന്റ് കൂടി ജസ്റ്റ് ഞാൻ ക്രിയേറ്റ് ചെയ്യാണ്. അപ്പോൾ എന്താണ്, ജസ്റ്റ് ഞാൻ tutor2 എന്ന് പറഞ്ഞിട്ട് tutor2.html എന്ന് പറഞ്ഞിട്ട് പേജ് ഡോക്യുമെന്റ് ക്രിയേറ്റ് ചെയ്ത് ഇതിൽ എന്ത് ചെയ്തു, ജസ്റ്റ് HTML ഫയലിൻ്റെ ഒരു ടെംപ്ലേറ്റ് ഞാൻ എടുക്കുകയാണ്. ഇനി ഇതിൽ ഈ ഒരു പേജ് നമ്മൾ മുമ്പ് ചെയ്തിട്ടുണ്ട്. ഈ ടൈറ്റിൽ എന്തിനാണ് നമ്മൾ പഠിച്ചിട്ടുണ്ട് അല്ലേ? ഫസ്റ്റ് കാര്യം ഞാൻ പറയുന്നത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഈ ടൈറ്റിൽ എന്തിനാണ് നമ്മൾ പഠിച്ചത്, എന്തിനായിരുന്നു, ജസ്റ്റ് നമുക്ക് ഒന്നുകൂടി പറഞ്ഞുതരാം. ടൈറ്റിൽ എന്തിനായിരുന്നു, നമുക്ക് ഈ ബ്രൗസറിൽ ബ്രൗസർ ടാബിൽ എന്ത് കാണിക്കണം, ഈ ടെക്സ്റ്റ് ഡോക്യുമെന്റ് എന്നുള്ള രീതിയിൽ നമുക്ക് ഇവിടെ എന്താണോ ടൈറ്റിൽ നമ്മൾ ഇവിടെ എന്താണോ കൊടുക്കുന്നത് ആ വാല്യൂ എടുത്ത് ഇവിടെ എന്ത് കാണിക്കുക, ഈ ബ്രൗസറിന്റെ ടാബിൽ ഡോക്യുമെന്റ് നിങ്ങൾക്ക് കാണിക്കാം. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം, മൈ വെബ് എന്ന് പറഞ്ഞിട്ട് ജസ്റ്റ് ഒന്ന് ഇവിടെ മൈ വെബ് എന്ന് പറഞ്ഞിട്ട് എന്ത് ചെയ്യാം, മാറ്റി കൊടുത്ത് നോക്കാം. സേവ് ചെയ്ത് അപ്പുറത്ത് വരുമ്പോൾ കണ്ടോ, ബ്രൗസർ ടാബിൽ എന്ത് ചെയ്തു, നമ്മൾ വാല്യൂ എന്താണ് ബ്രൗസറിന്റെ പേര് അല്ലെങ്കിൽ നമ്മുടെ വെബ് പേജിന്റെ പേര് മാറി മൈ വെബ് എന്നാണ് അല്ലേ? അപ്പോൾ ടൈറ്റിൽ എന്തിനാണ് നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഹെഡിനുള്ള ടൈറ്റിൽ കൊടുക്കുന്നത് നമ്മൾ ബ്രൗസർ ടാബിൽ നമ്മളുടെ വെബ് പേജ് ഏത് പേരിൽ കാണണം എന്നുള്ള രീതിയിൽ എന്താണോ കൊടുക്കേണ്ടത് അതാണ് നമ്മൾ എന്ത് കൊടുക്കേണ്ടത്, ടൈറ്റിലിനുള്ളിൽ കൊടുക്കുന്നത്. അതുപോലെ ചില വെബ് പേജുകളിലൊക്കെ നമ്മൾ കണ്ടിട്ടില്ല, ഇപ്പോൾ നമ്മളൊരു W3 സ്കൂളിൻ്റെ വെബ് പേജ് ഇട്ടു, അതിലെന്തുണ്ട്, നമുക്ക് HTML പേജ് ടൈറ്റിൽ എന്ന് പറഞ്ഞിട്ട് കൊടുക്കുന്നത്. അപ്പോൾ നമുക്ക് ഇപ്പോഴത്തെ വെബ് പേജ് ക്രിയേറ്റ് ചെയ്ത സമയത്ത് ടൈറ്റിലിനുള്ളിൽ എന്ത് കൊടുത്തിട്ടുണ്ടാവാം, ഈ ഒരു ടെക്സ്റ്റ് ആയിരിക്കും കൊടുത്തിട്ടുണ്ടാവും അല്ലേ? സംശയമൊന്നുമില്ലല്ലോ. HTML പേജ് ടൈറ്റിൽ എന്ന് പറഞ്ഞിട്ട് ഒരു ഫുൾ ടെക്സ്റ്റ് തന്നെ എന്തിനുള്ളിൽ കൊടുത്തിട്ടുണ്ടാവും, ഹെഡിൽ ടൈറ്റിലിനുള്ളിൽ കൊടുത്തിട്ടുണ്ടാവും. അപ്പോൾ ആ ഒരു രീതിയിൽ കൊടുത്തിട്ടുണ്ടെങ്കിൽ നമുക്ക് ബ്രൗസർ ടാബിൽ ഇങ്ങനെ ടെക്സ്റ്റ് കാണിക്കാൻ മനസ്സിലായി. അപ്പോൾ ഇവിടെ ഉണ്ടാവും ഇതിൽ എന്തെങ്കിലും ഒരു ഇവരെ W3 സ്കൂളിൻ്റെ ഒരു ലോഗോ കാണുന്നു. ഈ ലോഗോ എങ്ങനെയായിരിക്കും ഉണ്ടാവുക, അതെങ്ങനെയായിരിക്കും, ഇതില്ലാണ്ട് ഇപ്പോൾ നമ്മുടെ വെബ് പേജിൽ വരുമ്പോൾ എന്തോ ഒരു വൃത്തികേട് ഫീൽ ചെയ്യുന്നുണ്ട് അല്ലേ? ഇല്ലേ, ഒരു ഒരു എന്താ പറയുക, ഒരു ഫിനിഷ് ആവാത്തൊരു ഫീലുണ്ട് അല്ലേ? അപ്പോൾ നമുക്ക് ഇതെങ്ങനെ കൊടുക്കാന്നുള്ള, അല്ലെങ്കിൽ ഈ ഒരു ഇവിടെ എങ്ങനെ നമ്മുടെ ലോഗോ, നമ്മുടെ ബ്രാൻഡിൻ്റെ അല്ലെങ്കിൽ നമ്മുടെ വെബ് പേജിൻ്റെ ലോഗോ എങ്ങനെ പ്ലേസ് ചെയ്യാം എന്നെല്ലാം നമുക്ക് ജസ്റ്റ് നോക്കാം. അതിനാണ് ഈ ഒരു ഐക്കണിന് പറയുന്ന പേരാണ് എന്ത്, ഈ ഒരു ലോഗോക്ക് പറയുന്ന പേരാണ് സേവ് ഐക്കൺ. സേവ് ഐക്കൺ എന്ന് പറയുന്നത് ഇതാണ് സേവ് ഐക്കൺ. ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം. ഇതാണ് HTML സേവ് ഐക്കൺ എന്ന് പറഞ്ഞിട്ടുള്ള ഇതിലാണ് നമ്മൾ ഇതിനാണ് എന്ത് പറയാ, സേവ് ഐക്കൺ എന്ന് പറയാം. ഈ W3 ഇവിടെ പിക്ചർ കൊടുക്കുന്നില്ലേ, അതിനാണ് നമ്മൾ എന്ത് ചെയ്യുക, സേവ് ഐക്കൺ എന്ന് പറയാം. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, ഒരു സേവ് ഐക്കൺ കൊടുക്കണം. അപ്പോൾ സേവ് ഐക്കൺ കൊടുക്കാൻ വേണ്ടിയിട്ട് നമുക്ക് എന്താ പറയുന്നത്, ജസ്റ്റ് ഒന്ന് വായിച്ച് നോക്കാം അല്ലേ. A save icon is a small image displayed next to the page title in the browser tab. അതായത് പേജ് ടൈറ്റിൽ ഈ ബ്രൗസർ ടാബിൽ പേജ് ടൈറ്റിലിൻ്റെ നിയറസ്റ്റ് ആയിട്ട് അല്ലെങ്കിൽ നെക്സ്റ്റ് ആയിട്ട് അതിൻ്റെ തൊട്ടടുത്തായിട്ട് കാണുന്ന ഇമേജിനെയാണ് എന്ത് സ്മോൾ ഇമേജ്, ചെറിയ ഇമേജിനാണ് എന്ത് പറയാം, സേവ് ഐക്കൺ എന്ന് പറയാം. ഓക്കെ, അപ്പോൾ ഹൗ ടു ആഡ് എ സേവ് ഐക്കൺ ഇൻ HTML, നമുക്ക് എങ്ങനെ ഒരു സേവ് ഐക്കൺ നമ്മുടെ HTML പേജിൽ ആഡ് ചെയ്യാമെന്നുള്ളതാണ്. അത് നമുക്ക് ജസ്റ്റ് നോക്കാം. To add a save icon to your website, നമ്മുടെ വെബ്സൈറ്റിലോട്ട് എന്ത് ആഡ് ചെയ്യാൻ, ഒരു save icon ആഡ് ചെയ്യാൻ വേണ്ടിയിട്ട് either save your save icon image to the root directory of your web server or create a folder in the root directory called images and save your save icon image in the folder.
A common name for a save icon image is save icon. ജസ്റ്റ് കാര്യമൊന്നുമില്ല, കൂടുതൽ നല്ല രീതിയിൽ എക്സ്പ്ലെയിൻഡ് ആയിട്ട് പറയുന്നുണ്ട്. ജസ്റ്റ് സിമ്പിൾ ആയിട്ട് എങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, ഒരു ഒരു ഇമേജ് നമുക്ക് വേണ്ട ലോഗോ ആദ്യം എടുക്കാം. എന്നിട്ട് എന്ത് ചെയ്യാം, ലോഗോ ഡൗൺലോഡ് ചെയ്തിട്ട് അല്ലെങ്കിൽ ലോഗോ എടുത്തിട്ട് നമ്മൾ ലോഗോ എവിടെയാണോ നമ്മുടെ ജസ്റ്റ് റൂട്ട് ഫോൾഡറിലോ അല്ലെങ്കിൽ ഇമേജ് ഫോൾഡറിലോ കൊടുക്കാം. അങ്ങനെ കൊടുത്തു കഴിഞ്ഞിട്ട് എന്ത് ചെയ്യാം, അത് നമുക്ക് സാധാരണ നമ്മൾ എന്താ സേവ് ഐക്കണിന് പേര് കൊടുക്കാന്ന് അവർ പറയുന്നത് സേവ് ഐക്കൺ ഡോട്ട് ഐക്കോ എന്നുള്ള പേരിലാണ് നമ്മൾ എന്ത് കൊടുക്കുക, സേവ് ഐക്കണിന് സേവ് ചെയ്യുന്നുണ്ടാവാം. അതായത് സേവ് ഐക്കൺ ഏത് പേരിൽ സേവ് ചെയ്യുക, സേവ് ഐക്കൺ ഡോട്ട് ഐക്കോ എന്നുള്ള രീതിയിൽ ഈ ഒരു പേര് കൊടുത്തിട്ട് നമ്മൾ എന്ത് ചെയ്യണം, സേവ് ചെയ്യണം. അങ്ങനെ സേവ് ചെയ്യുക. അപ്പോൾ ജസ്റ്റ് നമ്മളൊന്ന് നോക്കാം. ഞാൻ എന്ത് ചെയ്യാം, ഒരു ഇമേജ് ഡൗൺലോഡ് ചെയ്തിട്ട് കാണിച്ചു തരാം. ക്ലിക്ക് ചെയ്ത് കയറിയിട്ട് ഞാൻ ജസ്റ്റ് ഒരു ഇമേജ് ഡൗൺലോഡ് ചെയ്യുന്നുണ്ട്. എനിക്ക് റാൻഡംലി ഏത് ഇമേജസ് വേണമെന്നുണ്ടെങ്കിൽ എടുക്കാം കേട്ടോ, അതൊന്നും കുഴപ്പമില്ല. എനിക്ക് ഇമേജസ് വേണമെന്നുണ്ടെങ്കിൽ എടുത്തിട്ട് വെക്കാം. ജസ്റ്റ് ഒരു ലോഗോ എന്നുള്ള രീതിയിൽ എടുക്കാൻ വേണ്ടിയിട്ടാണ്. ജസ്റ്റ് ഫസ്റ്റിൽ കാണുന്ന ഒരു ലോഗോ ഞാൻ തൽക്കാലം ഡൗൺലോഡ് ചെയ്യുന്നുണ്ട്. ഡൗൺലോഡ് ചെയ്തു. ഓക്കെ, ഡൗൺലോഡ് കംപ്ലീറ്റ് ആയി. ഫയൽസിൽ പോയി ഡൗൺലോഡ്സ് എന്ത് വിത്ത് ഫയലായിട്ട് ഡൗൺലോഡ് ആയിട്ടുള്ള ഞാൻ ജസ്റ്റ് എന്ത് ചെയ്യുന്നുണ്ട്, എക്സ്ട്രാക്ട് ചെയ്യുന്നുണ്ട്. എക്സ്ട്രാക്ട് ചെയ്തിട്ട് ഈ ഫയലല്ലേ, ഇതാണ് നമ്മുടെ ഇമേജ് ഫയൽ. ജസ്റ്റ് ഓപ്പൺ ചെയ്ത് കാണിച്ചു തരാം. ഇതാണ് നമ്മുടെ ഇമേജ് ഫയൽ അല്ലേ, ഡോട്ട് ജെ പി ജി വന്നിട്ട് ജെ പി ജി വന്നിട്ടുള്ള ഫയലിലാണ്. പിന്നെ ഞാൻ കോപ്പി ചെയ്തു, അതായത് ജസ്റ്റ് കൺട്രോൾ സി എടുത്തിട്ട് കോപ്പി ചെയ്ത് എവിടെ കൊണ്ടുവന്ന് വെക്കുന്നുണ്ട്, നിങ്ങളുടെ HTML ട്യൂട്ടോറിയൽ എന്ന ഫോൾഡറിൽ ജസ്റ്റ് ഞാൻ റൂട്ട് ഫോൾഡറിൽ തന്നെ പ്ലേസ് ചെയ്യുന്നുണ്ട് ആദ്യം. എന്നിട്ട് ഞാൻ ഇമേജസിനുള്ളിലോട്ട് എടുത്തിട്ട് ഞാൻ ജസ്റ്റ് കാണിച്ചു തരാം. ഫസ്റ്റ് ഞാൻ എന്ത് ചെയ്തു, റൂട്ട് ഫോൾഡറിൽ പ്ലേസ് ചെയ്തു, അല്ലെങ്കിൽ പേസ്റ്റ് ചെയ്തു. ഓക്കെ, എന്നിട്ട് നമ്മൾ നമ്മുടെ പ്രോജക്റ്റിൽ വന്ന് നോക്കുകയാണ്. HTML ഡോക്യുമെന്റിൽ വന്നിട്ട് ഇവിടെ കണ്ടില്ല 7.jpg ഇതാണല്ലോ നമ്മുടെ പേര്, 7.jpg ഇതാണ് നമ്മുടെ ഫയൽ നെയിം അല്ലേ. അപ്പോൾ നമ്മൾ ഡൗൺലോഡ് ചെയ്ത ഇമേജ് ഇതാണ്. ജസ്റ്റ് ഒന്ന് ഓപ്പൺ ചെയ്ത് കാണിച്ചു തരാം. കണ്ടോ, ഇതല്ലേ നമ്മുടെ ലോഗോ. അപ്പോൾ ജസ്റ്റ് ഞാൻ എന്ത് ചെയ്യുക, ഇതൊന്ന് ഫയൽ റീനെയിം ചെയ്യാം. ഏത് പേരിൽ കൊടുക്കണം എന്ന് നേരത്തെ പറഞ്ഞത് സേവ് ഐക്കൺ എന്ന് പറഞ്ഞത് അല്ലേ. സേവ് ഐക്കൺ എന്ന് പറഞ്ഞിട്ട് ജസ്റ്റ് പേര് മാറ്റി കൊടുത്തു. എന്ത് പേരിലും കൊടുക്കാം കേട്ടോ, പക്ഷേ അത് സ്റ്റാൻഡേർഡ് ആണ്. നോർമലി കോമൺലി യൂസ് ചെയ്യുന്ന പേര് എന്ന് പറയുന്നത് സേവ് ഐക്കൺ എന്നാണ്. പക്ഷേ എന്ത് ഫോർമാറ്റ് ഐക്കോ എന്നുള്ള ഫോർമാറ്റിൽ തന്നെ കൊടുക്കുന്നതാണ് ബെറ്റർ. ഏത് ഫോർമാറ്റിൽ കൊടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിലും എടുക്കും, JPG-യിലായാലും അല്ലെങ്കിൽ PNG-യിലാണെങ്കിലും ഒക്കെ എന്തെടുക്കും, സേവ് ഐക്കൺ ആക്കിയിട്ട് എടുക്കും. പക്ഷേ എന്ത് ചെയ്യുക, ഡോട്ട് ഐക്കോ എന്നുള്ളതാണ് എന്ത് ചെയ്യുക, നോർമലി ചെയ്ത് സേവ് ഐക്കൺസ് സേവ് ചെയ്യാം. അത് ജസ്റ്റ് ഞാൻ എന്ത് ചെയ്തു, സേവ് ഐക്കൺ ഡോട്ട് ഐക്കൺ ആക്കിയപ്പോൾ ഇവിടെ കണ്ടില്ലേ, ഇതിൻ്റെ ഇമേജിൻ്റെ ഐക്കൺ മാറിയില്ലേ, സ്റ്റാറായി അല്ലേ. ആ ഒരു രീതിയിൽ മാറിയിട്ടുണ്ടെങ്കിൽ ഞാൻ കൺഫേം ആക്കാം. എന്നിട്ട് എന്ത് ചെയ്യാം, നമുക്ക് ഒരു സേവ് ഐക്കൺ ആഡ് ചെയ്യാം. അതിനാണ് നമ്മുടെ HTML പേജിലോട്ട് സേവ് ഐക്കൺ ലിങ്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ഇവിടെ ജസ്റ്റ് ഒന്ന് വന്ന് നോക്കാം. നമ്മുടെ HTML ഡോക്യുമെന്റിൽ എന്ത് കാണിക്കുന്നു, അതാ ലിങ്ക് എന്ന് പറഞ്ഞിട്ട് ലിങ്ക് ടാഗിൽ ലിങ്ക് ടാഗ് വേറെ കാര്യങ്ങൾക്ക് നമുക്ക് യൂസ് ചെയ്യാനുണ്ട്. നമ്മൾ CSS പേജ് ലിങ്ക് ചെയ്യാനൊക്കെ CSS പേജ് അല്ലെങ്കിൽ CSS ഡോക്യുമെന്റ് നമുക്ക് HTML-ലോട്ട് ലിങ്ക് ചെയ്യാൻ വേണ്ടിയിട്ടൊക്കെ നമുക്ക് യൂസ് ചെയ്യാം. അതുപോലെ ഈ ലിങ്ക് ടാഗ് നമുക്ക് എന്തിനു യൂസ് ചെയ്യാം, സേവ് ഐക്കൺ റെഫറൻസ് കൊടുക്കാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യാം. അപ്പോൾ ജസ്റ്റ് എന്ത് ചെയ്യാം, നമ്മൾ ഈ ലിങ്ക് ഞാനിട്ടുള്ള ടാഗ് ഓപ്പൺ ചെയ്യുന്നു. ജസ്റ്റ് ഞാനിത് കോപ്പി ചെയ്തിട്ടുണ്ട്, കോപ്പി എടുത്തിട്ട് ജസ്റ്റ് ഒരു പേസ്റ്റ് ചെയ്തു. അപ്പോൾ എന്തായത് ലിങ്ക് ഐക്കണ് ടൈറ്റിൽ എന്ത് ചെയ്തു, ഇമേജ് ഐക്കൺ എന്ന് പറഞ്ഞിട്ട് ഇത് അതേപോലെ തന്നെ കൊടുത്താൽ മതി. പിന്നെ ഇമേജസ് സേവ് ഐക്കൺ ഡോട്ട് ഐക്കൺ എന്ന് പറഞ്ഞിട്ടാണ് എന്ത് ഇതിൻ്റെ പാത്ത് കൊടുത്തിട്ടുള്ളത്. പക്ഷെ നമുക്ക് ഇമേജസ് എന്ന് പറയുന്ന ഫോൾഡറിൻ്റെ ഉള്ളിലല്ല കൊടുക്കുന്നത്, ജസ്റ്റ് റൂട്ട് ഫോൾഡറിലാണ്. അപ്പോൾ അതിനോട് ഇത് വേണ്ട. ജസ്റ്റ് എന്ത് ചെയ്യുക, സേവ് ഐക്കൺ ഡോട്ട് ഐക്കൺ എന്ന് പറഞ്ഞിട്ട് കൊടുത്താൽ മതി. അപ്പോൾ ജസ്റ്റ് നമുക്ക് എന്ത് ചെയ്യാം, ഒന്ന് ലോഡ് ചെയ്ത് നോക്കാം നമ്മൾ വെബ് പേജ്. ഈ പേര് എന്തുകൊണ്ടാണെന്ന് അറിയോ, നമ്മുടെ ഇമേജിൻ്റെ ഫയൽ നെയിം കൊടുക്കണേ. ഇവിടെ ചിത്രത്തിൽ എന്ത് കൊടുക്കണം, നമ്മളുടെ ഫയൽ നെയിം കൊടുക്കണം. പിന്നെ അത് എവിടെയാണ് പാത്ത് ഏതാണെന്നുള്ള രീതിയിൽ ഡിഫൈൻ ചെയ്ത് കൊടുക്കണം. ഇപ്പോൾ ഇത് ഞാൻ പിടിച്ചിട്ട് ഇമേജസിൻ്റെ ഉള്ളിലേക്ക് ഇടുകയാണെന്നുണ്ടെങ്കിൽ എങ്ങനെ കൊടുക്കണം, ഇവിടെ ഫ്ലാഷ് ഇമേജസ് എന്ന് പറഞ്ഞിട്ട് ഫോൾഡർ ഓപ്പൺ ചെയ്തിട്ട് അതിൽ സേവ് ഐക്കൺ ഡോട്ട് ഐക്കൺ എന്നുള്ള രീതിയിൽ എന്ത് ചെയ്യണം, ഇങ്ങനെ കൊടുക്കണം.
ഇമേജസ് എന്ന് പറഞ്ഞ ഫോൾഡറിന്റെ ഉള്ളിലാണെങ്കിൽ ഈ രീതിയിൽ ഇമേജസ് ഫോൾഡർ ഓപ്പൺ ചെയ്തിട്ട് കൊടുക്കേണ്ടതുള്ളൂ. അല്ലാന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യണം, ജസ്റ്റ് ഫേവറേറ്റ് ഡോട്ട് ഐക്കോ എന്നുള്ള രീതിയിൽ സ്പെസിഫൈ ചെയ്താണ്. ജസ്റ്റ് ഞാൻ ഇതിനെ പിടിച്ചിട്ട് അപ്പോൾ നമുക്ക് എന്ത് വേണ്ട, ഇവിടെ ഇമേജസ് എന്ന് പറഞ്ഞ പാർട്ട് വേണ്ട, റൂട്ട് ഫോൾഡറാണ്. അതുകൊണ്ട് അങ്ങനെ തന്നെ കൊടുക്കാം. ഡയറക്റ്റ്ലി നമ്മൾ പേജിൽ വരുന്നു. അപ്പം കണ്ടില്ലേ, ഇതുപോലെ ഇവിടെ ഇപ്പോൾ നമ്മളുടെ ഇമേജ് വന്നെടുക്കുന്നുണ്ട് അല്ലേ. എന്താണ് ചെയ്ത് ജസ്റ്റ് നമ്മുടെ എന്തെങ്കിലും ലിങ്ക് എന്ന് പറഞ്ഞിട്ടുള്ള ടാഗ് കൊടുത്ത് അതിലെന്താണ് റിലേ ടൈപ്പ് ഈ 3 ആട്രിബ്യൂട്ട്സ് ആണ്. നമുക്ക് ഇതിന് എന്ത് ചെയ്യും, അതിൽ എസ്റഫിൽ നമ്മൾ എന്ത് ചെയ്യുക, ഡയറക്റ്റ്ലി favicon.icon എന്നുള്ള രീതിയിൽ നമുക്ക് ഫയൽ നെയിം വിളിക്കാം. ഫയലിൻ്റെ പാത്ത്, അത് ഇമേജസ് എന്ന് പറഞ്ഞ ഫോൾഡറിലാണ് നമ്മളുടെ ഇമേജ് ഫയൽ കിടക്കുന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യണം, ഇമേജ് ഫോൾഡർ ഓപ്പൺ ചെയ്തിട്ട് വേണം എന്ത് ചെയ്യാൻ, നമ്മൾ ഫയൽ നെയിം ഫോളോ ചെയ്യാൻ വേണ്ടിയിട്ട്. ഓക്കെ, അപ്പം ഇതെന്തായത് നമുക്ക് ഡയറക്റ്റ്ലി ഇപ്പോൾ favicon.icon എന്ന് പറഞ്ഞിട്ട് ഇമേജ് കൊടുത്തപ്പോൾ നമുക്ക് ഇമേജിൻ്റെ ഫയൽ നെയിം കൊടുത്തപ്പോൾ എന്ത് ചെയ്തു, നമുക്ക് ഇവിടെ ഡോക്യുമെൻറ്റിന് ഇവിടെ എന്ത് ചെയ്യും, നമ്മുടെ ബ്രൗസർ ടാബിൽ നമ്മുടെ ഇമേജ് ഫയൽ അല്ലെങ്കിൽ ലോഗോ ഓപ്പൺ ആയിട്ട് വന്നു അല്ലേ. ക്ലിയർ അല്ലേ. അപ്പോൾ നമുക്ക് favicon കൊടുക്കുന്ന കാര്യം നമ്മൾ പഠിച്ചു. ഇനി നമുക്ക് എന്ത് ചെയ്യാം, ഒരു ടേബിൾ നമ്മൾ HTML ഇപ്പോൾ ടേബിൾ കോണ്ടന്റ്സുകളൊക്കെ ഉണ്ടാവും അല്ലേ. നമ്മൾ പലയിടത്തും കണ്ടിട്ടുണ്ടാവും ടേബിൾസുകളായിട്ട് നമ്മൾ വെബ്സൈറ്റുകളിലൊക്കെ കയറുമ്പോൾ ടേബിൾ റോസും കോളംസും ഒക്കെ ആയിട്ട് നമുക്ക് ഒരുപാട് ഡാറ്റകൾ എന്ത് കാണാൻ പറ്റും, നമ്മളുടെ വെബ് പേജിൽ കാണാൻ വേണ്ടി പറ്റും. അപ്പോൾ അതുപോലെ നമുക്ക് എന്ത് ചെയ്യാം, ടാബിൾ ക്രിയേറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് HTML പ്രൊവൈഡ് ചെയ്യുന്ന ഒരു ടാഗ് ഉണ്ട്, ടേബിൾ എന്ന് പറഞ്ഞൊരു ടാഗ് ഉണ്ട്. ഈ ടാബിളിൻ്റെ ഉള്ളിൽ നമുക്ക് വേറെ കുറച്ചുകൂടി ടാഗ്സുകൾ പരിചയപ്പെടാണ്ട് TR എന്ന് പറഞ്ഞൊരു ടാഗ് ഉണ്ട്. TR എന്താണ്, TR മീൻസ് ടേബിൾ റോ ആണ്. എന്താണ്, ടേബിൾ റോസ് ആണ് എന്ത് TR എന്ന് പറയുന്നത്. ടേബിൾ റോ ആണ് TR. അതായത് നമുക്കൊരു ടേബിൾ ക്രിയേറ്റ് ചെയ്യുമ്പോൾ ടേബിളിൽ ഫസ്റ്റ് എന്ത് വേണം, ഫസ്റ്റ് ഒരു റോ വേണം. ആ ഫസ്റ്റ് റോയിലായിരിക്കും നമ്മൾ എന്ത് കൊടുക്കുക, ടേബിളിൻ്റെ ഹെഡ് കൊടുക്കുക അല്ലേ. അപ്പം ബാക്കിയുള്ള കോണ്ടന്റ്സും കാര്യങ്ങളും ബാക്കിയുള്ള റോസിലും കാര്യങ്ങളും എന്തെല്ലാമായിരിക്കും കോണ്ടന്റ് വരുന്നുണ്ടാവാം, അതിൻ്റെ ജസ്റ്റ് ടേബിളിലെ ഡാറ്റകളായിരിക്കും അല്ലേ. അതായത് ഫസ്റ്റ് റോയിൽ വരുന്നുണ്ടാവുക ടേബിളിൻ്റെ ഹെഡിങ് ആയിരിക്കും. രണ്ടാമത്തെ റോയിൽ വരുന്നുണ്ടാവുക, രണ്ടാമത്തെ റോയിലും അതിൻ്റെ താഴത്തുള്ള എല്ലാ റോസിലും എന്തായിരിക്കും, ഈ ടേബിളിൻ്റെ കോണ്ടന്റ് അല്ലെങ്കിൽ ടേബിളിൽ വരുന്ന ഡാറ്റകളായിരിക്കും അല്ലേ. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, ഫസ്റ്റ് ടേബിൾ റോ, നമുക്ക് ഫസ്റ്റ് റോ ക്രിയേറ്റ് ചെയ്യും. ഈ TR എന്താണ്, ഒരു TR ഓപ്പൺ ചെയ്ത് ക്ലോസ് ചെയ്യുന്നവർക്ക് എന്ത് ചെയ്യും, നമുക്ക് ഫസ്റ്റ് റോ കിട്ടും. റോ ക്രിയേറ്റ് ചെയ്യുക. റോയിൽ നമുക്ക് എന്ത് കോണ്ടന്റ് കൊടുക്കണം, ടേബിളിൻ്റെ ഹെഡാണ് കൊടുക്കേണ്ടത്. അല്ല അപ്പോൾ TH എന്ന് പറഞ്ഞിട്ട് ഒരു ടാഗ് ഉണ്ട്. TH ആണ് നമുക്ക് ടേബിളിൻ്റെ ഹെഡ് ഡിഫൈൻ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് എത്ര കോളംസ് ഉണ്ട് അല്ലെങ്കിൽ എത്ര ഹെഡുകൾ ഉണ്ട് എന്നുള്ളതിനനുസരിച്ച് നമ്മൾ അത്ര തന്നെ ഹെഡുകൾ ക്രിയേറ്റ് ചെയ്തെടുക്കണം. അപ്പോൾ നമുക്ക് ഫസ്റ്റ് ഒരു ടേബിൾ ഹെഡ് എന്താണ്, ഇപ്പോൾ ഞാൻ ജസ്റ്റ് ഇത് എന്ത് ചെയ്തു, റോൾ നമ്പർ എന്ന് പറഞ്ഞിട്ട് എന്ത് ചെയ്തു, റോൾ നമ്പർ അല്ലേ, റോൾ നമ്പർ എന്ന് പറഞ്ഞിട്ട് ഒരു ടേബിൾ ഹെഡ് ക്രിയേറ്റ് ചെയ്തു അല്ലേ. അതായത് ഫസ്റ്റ് കോളം, അതായത് TR എന്താണ്, ഫസ്റ്റ് റോ ക്രിയേറ്റ് ചെയ്ത റോയിൽ ഫസ്റ്റ് കോളം ക്രിയേറ്റ് ചെയ്തു. ഫസ്റ്റ് കോളം എന്താണ്, ഫസ്റ്റ് കോളത്തിന് ഹെഡ് എന്ത് കൊടുത്തു, റോൾ നമ്പർ എന്ന് പറഞ്ഞിട്ട് കൊടുത്തു അല്ലേ. അപ്പോൾ സെക്കൻഡ് റോയിൽ വരുന്നത് നെയിമാണ്. അപ്പോൾ നമുക്ക് എന്താണ്, ഫസ്റ്റ് എന്തായത് ടേബിൾ റോ, ഒരു ഫസ്റ്റ് റോയിൽ എന്തായാലും നമ്മൾ ടേബിൾ ഹെഡ് ക്രിയേറ്റ് ചെയ്തു. ടേബിൾ ഹെഡിൽ റോൾ നമ്പർ, അതായത് ഫസ്റ്റത്തെ കോളത്തിൽ എന്ത് ചെയ്തു, ഫസ്റ്റ് കോളത്തിന് എന്ത് ഹെഡ് കൊടുത്തു, റോൾ നമ്പർ എന്ന് പറഞ്ഞിട്ട് കൊടുത്തു. അടുത്ത ടേബിൾ ഹെഡിന് എന്ത് ചെയ്തു, നെയിം കൊടുക്കാം. ഓക്കെ, ജസ്റ്റ് ഞാൻ എന്ത് ചെയ്തു, നെയിം എന്ന് പറഞ്ഞിട്ട് ഒരു ഹെഡ് കൊടുക്കും. മൂന്നാമത്തേത് ഞങ്ങൾ ഓൾറെഡി ക്രിയേറ്റ് ചെയ്ത് വെച്ചിരുന്നു അല്ലേ. അപ്പോൾ അതിനെന്ത് ചെയ്യും, മൂന്നാമത്തേത് ജസ്റ്റ് വേണമെന്നുണ്ടെങ്കിൽ ഏജ് വേണമെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യാം, നമുക്ക് സ്റ്റുഡൻസ് ടേബിൾ ആയിക്കോട്ടെ കേട്ടോ, സ്റ്റുഡൻസ് ടേബിളാണ്. അപ്പോൾ ജസ്റ്റ് TH, അടുത്ത TH കൊടുത്തു. അതിലെന്ത് ചെയ്തു, ക്ലാസ്സും കൊടുക്കാം. ഓക്കെ, അപ്പോൾ ഇത്രയും ഡാറ്റകൾ, അതായത് ഫസ്റ്റ് ഒരു ടാഗ് ക്രിയേറ്റ് ചെയ്തു. അതിലെന്ത് ചെയ്തു, ടാഗിനുള്ളിൽ എന്ത് ചെയ്തു, ടാഗ് ഓപ്പൺ ചെയ്ത് ക്ലോസിങ് ചെയ്തു. അതേപോലെ TR ഫസ്റ്റ് റോയിൽ നമുക്ക് എപ്പോഴും എന്താ കൊടുക്കുക, ഹെഡിങ് ആണ് കൊടുക്കുക അല്ല. അപ്പോൾ ഫസ്റ്റ് റോ നമ്മൾ ടാബിൾ ഹെഡ് കൊടുക്കും. ഹെഡ് ഡിഫൈൻ ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് യൂസ് ചെയ്യുന്നത്,
ടി എച്ച് ടാഗ്. അപ്പോൾ നമ്മൾ എന്തെല്ലാം ടാഗുകൾ പരിചയപ്പെടുന്നു? ഒരു ടാബിൾ ക്രിയേറ്റ് ചെയ്യണമെങ്കിൽ ജസ്റ്റ് ടാബിൾ ടാഗ് വേണം, അതുപോലെ ടാബിൾ റോ ടി ആർ ടാഗ് വേണം, ടാബിൾ ഹെഡ് ടി എച്ച് ടാഗ് വേണം. ഇത്തരം ടാഗുകൾ നമ്മൾ പരിചയപ്പെടും. ഇനി വരാണ്ട് ടാഗ് അതെന്ത് നമ്മൾ പരിചയപ്പെടാം. ജസ്റ്റ് നമ്മൾ ഇത് എന്തായി എന്നുള്ളത് എങ്ങനെ വന്നിട്ടുള്ളത് എന്നൊന്ന് നോക്കിയാലോ. കണ്ട, റോൾ നമ്പർ, നെയിം, ഏജ്, ക്ലാസ്, ഈ രീതിയിൽ എന്താണ് ഫസ്റ്റ് കോളം, സെക്കൻഡ് കോളം, തേർഡ് കോളം, ഫോർത്ത് കോളം. ബോർഡേഴ്സും കാര്യങ്ങളൊന്നും ഇപ്പോൾ വന്നിട്ടില്ല, അതൊക്കെ നമുക്ക് സെറ്റാക്കാം. ഇപ്പോൾ എന്ത് ചെയ്യാം, നമ്മൾ ജസ്റ്റ് ടാബിൾ ഹെഡ് ക്രിയേറ്റ് ചെയ്തു. ഹെഡിന് എന്ത് ചെയ്തു, ടി എച്ച് കൊടുത്തുകൊണ്ട് എന്ത് ചെയ്തു, ബോൾഡ് ആയിട്ട് വന്നു അല്ലേ, ബോൾഡ് ആയിട്ട് വന്നു. ഹെഡിങ് എന്തായിട്ട് വരണം, ബോൾഡ് ആയിട്ട് വരണ്ടേ, വേണ്ടേ, വേണം. അപ്പോൾ ബോൾഡ് ആക്കിയിട്ട് നമ്മൾ കൊടുത്തു. ജസ്റ്റ് രണ്ടാമത്തെ റോ, ഫസ്റ്റ് റോയിൽ നമ്മൾ ടാബിൾ ഹെഡ് കൊടുത്തു, രണ്ടാമത്തെ റോയിൽ എന്ത് കൊടുക്കണം, ടാബിൾ ഡാറ്റ. ടാബിൾ ഡാറ്റ എന്താണ്, ഫസ്റ്റ് റോൾ നമ്പർ 1 കൊടുത്തു, അടുത്ത ടാബിൾ ഡാറ്റ കൊടുക്കാം. അതിലെന്താണ് ജസ്റ്റ് ആദ്യം ഓക്കെ. ഏജ് എന്താണ്, CD ഏജ് എടുത്തു, ഏജ് ജസ്റ്റ് ഒരു 25 കൊടുത്തു. അടുത്തത് എന്താണ്, ക്ലാസ് അല്ലേ. അപ്പോൾ CD അടുത്ത ടാബിൾ ഡാറ്റ. CD എന്താണ്, അപ്പോൾ ടാബിൾ ഡാറ്റ ആണ് കേട്ടോ. അപ്പോൾ ടാബിളിൽ വരുന്ന ഓരോ റോസും എന്ത് ചെയ്യണം, ആ റോസ് സെക്കൻഡ് റോയിൽ വരുന്ന എല്ലാ ഡാറ്റകളും നമ്മൾ എന്ത് ചെയ്യുക, CD എന്ന് വെച്ചിട്ട് ടാഗിനുള്ളിൽ വാല്യൂസ് കൊടുക്കുക. ഓക്കെ. ക്ലാസ് ഞാൻ ജസ്റ്റ് ഒരു ജസ്റ്റ് ഒരു 12 എന്ന് പറഞ്ഞിട്ട് കൊടുത്തു. ഓക്കെ. അപ്പോൾ ഈ ചേഞ്ചസ് നമുക്ക് ഇവിടെ എങ്ങനെ വന്ന് നോക്കാം. കണ്ട, റോൾ നമ്പർ എന്തായി 1 വന്നു, നെയിം എന്തായി ആദ്യം വന്നു, ഏജ് 25 വന്നു, ക്ലാസ് 12. അപ്പോൾ ഫസ്റ്റ് ഡാറ്റയും വന്നു അല്ലേ. ഇനി നമുക്ക് എന്ത് ചെയ്യണം, സെക്കൻഡ് ഡാറ്റ വരണം. സെക്കൻഡ് ഡാറ്റ വരണമെങ്കിൽ ജസ്റ്റ് അടുത്ത TR ഓപ്പൺ ചെയ്യുക, അതായത് രണ്ടാമത്തെ റോ ഓപ്പൺ ചെയ്യുക. രണ്ടാമത്തെ അല്ല, ഇപ്പോൾ ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഹെഡ് കൂടെ കൂട്ടിയിട്ട് മൂന്നാമത്തെ റോസ് ആണ്. മൂന്നാമത്തെ റോയിൽ നമുക്ക് എന്ത് ചെയ്യണം, രണ്ടാമത്തെ ടാബിൾ ഡാറ്റ കയറ്റണം. ടാബിൾ ഡാറ്റ കയറ്റാൻ വേണ്ടിയിട്ട് TD ടാബിൾ ഡാറ്റയുടെ ടാഗ് ഓപ്പൺ ചെയ്തു, രണ്ട് സീരിയൽ നമ്പർ കൊടുത്തു, അല്ലെ റോൾ നമ്പർ കൊടുത്തു. TD അടുത്ത ഡാറ്റ കൊടുത്തു, അതിൽ എന്ത് ചെയ്തു, ജസ്റ്റ് സ്ഥല നമ്പർ കൊടുത്തു, പിന്നെ TD 4 അടുത്ത ടാബിൾ ഡാറ്റ അതിലെന്ത് ചെയ്തു, 12 തന്നെ കൊടുത്തു. അപ്പോൾ എന്ത് ചെയ്തു, അടുത്ത കോളം അടുത്ത റോ കൂടി ആഡ് ആയി അല്ലേ. അപ്പോൾ ടോട്ടൽ ഇപ്പോൾ 2 റോസ് ആയി, 3 റോസ് ഹെഡ് അടക്കം ടോട്ടൽ 3 റോസ്. ഒരു റോ എന്താണ് ടാബിൾ ഹെഡും 2 റോസ് ആയിട്ട് ടാബിൾ ഡാറ്റയും കയറി അല്ലേ. ഇനി നമുക്കൊരു ടാബിള്, ഇപ്പോൾ ഇതൊരു സംഭവം ടാബിളായിട്ട് ഫീൽ ചെയ്യണില്ല അല്ലേ. എന്താണ്, റോസും കോളംസും ഒക്കെ ആയിട്ട് ഡാറ്റ വന്നിട്ടുണ്ട്, പക്ഷെ എന്താണ് ബോർഡേഴ്സും കാര്യങ്ങളൊന്നും ഇല്ലാത്തത് നമുക്ക് എന്ത് ഒരു വൃത്തിയായിട്ട് ഫീൽ ചെയ്യുന്നത്, ടാബിളായിട്ട് നമുക്ക് ഫീൽ ചെയ്യണില്ല അല്ലേ. നമുക്ക് വേണ്ടത് എന്ത് ചെയ്യാം, ജസ്റ്റ് നമുക്കൊരു ടാബിൽ നമുക്ക് എന്ത് ചെയ്യാം, ബോർഡർ കൊടുക്കാം. ഈ ബോർഡർ കൊടുക്കുന്നവർക്ക് നമ്മൾ എന്ത് കാര്യം ശ്രദ്ധിക്കണം എന്നറിയാം, സ്റ്റൈല് ബോർഡർ എന്ത് ചെയ്യണം, നമ്മൾ സ്റ്റൈൽ ചെയ്യണം. സ്റ്റൈൽ ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് ഇതിപ്പോൾ ഒരു HTML നമ്മൾ ഇത്രയും ചെയ്ത് ഇതിന് മുന്നേ ചെയ്ത് കഴിഞ്ഞ HTML ഡോക്യുമെന്റിൽ ചെയ്തതൊക്കെ എന്താണ്, ജസ്റ്റ് ഒരു ലേഔട്ട് മാത്രമേ ചെയ്തിട്ടുള്ളൂ. അതിന് എന്തെങ്കിലും സ്റ്റൈലിങ്ങോ കാര്യങ്ങളോ ഒന്നും കൊടുത്തില്ല. ഇമേജസിന് എന്ത് ചെയ്യാം, ഇമേജസിന് നമ്മൾ ജസ്റ്റ് ഒരു വിഡ്ത്തും ഹൈറ്റും കൊടുത്തു എന്നല്ലാണ്ട് അതിൻ്റെ അപ്പുറത്തിലോട്ട് നമ്മൾ എന്തെങ്കിലും ചെയ്തോ, ഇല്ല, ഒന്നും ചെയ്തില്ല അല്ലേ. അപ്പോൾ ഒന്നും ചെയ്യണമെന്നുണ്ടെങ്കിൽ HTML കൊണ്ട് ചെയ്യാൻ പറ്റുന്നില്ല, ആ കാര്യത്തിൽ പരിമിതികളുണ്ട്. അതിന് നമ്മൾ എന്ത് ചെയ്യണം, സ്റ്റൈലിങ്ങിന് വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നതാണ് CSS എന്ന് പറയുന്നത്. അതായത് HTML എലമെന്റ്സിന് സ്റ്റൈൽ കൊടുക്കാൻ വേണ്ടിയിട്ട് നമുക്ക് എന്ത് യൂസ് ചെയ്യാം, CSS യൂസ് ചെയ്യാം. ഓക്കെ, അതെന്താ നോക്കാം അല്ലേ. CSS എന്താണ്, CSS സ്റ്റാൻഡ്സ് ഫോർ കാസ്കേഡ് സ്റ്റൈൽ ഷീറ്റ്. എന്താണ് കാസ്കേഡിംഗ് സ്റ്റൈൽ ഷീറ്റ്? എന്താണ് നമുക്ക് CSS എന്താണ്, HTML എലമെന്റ്സിന് എന്തെങ്കിലും സ്റ്റൈൽസ് അല്ലെങ്കിൽ ബ്യൂട്ടിഫുൾ ആക്കാൻ വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന ചെയ്യുന്നതാണ് എന്ത്, CSS എന്ന് പറയുന്നത്. CSS saves a lot of work. It can control the layout of multiple web pages all at once. What is CSS? Cascading style sheet is used to format the layout of a web page. ഒരു web pageന്റെ layout just format ചെയ്യാൻ വേണ്ടി നമുക്ക് ഇന്ന സ്ഥലം, ഇന്ന സാധനം ഇന്ന സ്ഥലത്ത് പ്ലേസ് ചെയ്യണം,
മറ്റേ വേണം കുറച്ചുകൂടി ഇപ്പുറത്ത് പ്ലേസ് ചെയ്യണം, ഇതിന് ഇത്ര മാർജിൻ കൊടുക്കണം, ഇതിന് ഇത്ര പാഡിങ് കൊടുക്കണം, അതിന് ഇന്ന യെല്ലോ കളർ കൊടുക്കണം, ഇതിന് റെഡ് കളർ കൊടുക്കണം, ടെക്സ്റ്റിന് ബ്ലാക്ക് കളർ വേണം എന്നുള്ള രീതിയിൽ നമുക്ക് എന്ത് ചെയ്യാം, ഡിഫൈൻ ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. അതിനാണ് നമ്മൾ യൂസ് ചെയ്യുന്നത് CSS യൂസ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ വിത്ത് CSS you can control the color, font and the size of the text, the spacing between elements, how elements are positioned and laid out. അതായത് നമുക്ക് ഒരു എലമെന്റ്, നമുക്ക് എന്താ പറയുക, ഒരു HTML എലമെന്റിന്റെ കളർ, അതിന്റെ ഫോണ്ട്, അതിന്റെ സൈസിന്റെ, അതിന്റെ ടെക്സ്റ്റിന്റെ സൈസ്, അതേപോലെ രണ്ട് എലമെന്റ്സ് തമ്മിലുള്ള സ്പേസ്, അതേപോലെ ഒരു എലമെന്റ് എവിടെ പൊസിഷൻ ചെയ്യണം എന്നുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റും എന്ത് വെച്ചിട്ട്, CSS വെച്ചിട്ട്. അതുപോലെ വാട്ട് ബാക്ക്ഗ്രൗണ്ട് ഇമേജസ് ഓർ ബാക്ക്ഗ്രൗണ്ട് കളേഴ്സ് ആർ ടു ബി യൂസ്, നമുക്ക് എന്ത് ബാക്ക്ഗ്രൗണ്ട് കളർ യൂസ് ചെയ്യണം, അല്ലെങ്കിൽ ബാക്ക്ഗ്രൗണ്ട് ഇമേജസ് യൂസ് ചെയ്യണം എന്നുള്ളത് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഡിഫൈൻ ചെയ്യാൻ പറ്റും. ഓക്കെ, അതെല്ലാം എന്ത് വെച്ചിട്ട് CSS വെച്ചിട്ട് ചെയ്യാൻ പറ്റും. ഇത്തരം കാര്യങ്ങളല്ല, ഇത് ആ കാര്യങ്ങളൊന്നും കാര്യമായിട്ട് ചെയ്തിട്ടില്ല, ജസ്റ്റ് എന്ത് ചെയ്തു, അതിന്റെ ലേഔട്ട് മാത്രം സെറ്റ് ആക്കി വെച്ചത് ചെയ്തു അല്ലേ. ഡിഫറെന്റ് ഡിസ്പ്ലേസ് ഫോർ ഡിഫറെന്റ് ഡിവൈസസ് ആൻഡ് സ്ക്രീൻ സൈസസ് ആൻഡ് മച്ച് മോർ. മാത്രമല്ല നമുക്ക് എന്ത് ചെയ്യണം, ഒരേ വെബ്സൈറ്റ് തന്നെ നമുക്ക് എവിടെ കൊണ്ടുവരേണ്ടി വരും, ലാപ്ടോപ്പിൽ വിസിബിൾ ആകുന്ന രീതിയിൽ വേണ്ടി വരും. അതേ വെബ്സൈറ്റ് നമുക്ക് എന്ത് ചെയ്യണം, ചെറിയ ഒരു 10 ഇഞ്ച് 15 ഇഞ്ച് അല്ലെങ്കിൽ ചെറിയൊരു ഫോൺ, പല സൈസ് സ്ക്രീൻ സൈസിൽ നമുക്ക് വിസിബിൾ ആക്കേണ്ടി വരും. എന്നിട്ട് ചെറിയ ഫോണിലും എന്നിട്ട് വലിയ ഡിസ്പ്ലേയിലും ഒക്കെ ഇതിൽ എന്ത് വേണ്ടി വരും, ആപ്റ്റായിട്ട് ഡിസ്പ്ലേ ചെയ്യേണ്ടി വരും അല്ലേ. അപ്പോൾ അതിനനുസരിച്ച് സ്ക്രീൻ സൈസിനനുസരിച്ച് എലമെന്റ്സിന്റെ വിഡ്ത്തും സൈസും കാര്യങ്ങളെല്ലാം അതിന്റെ പൊസിഷനും കാര്യങ്ങളെല്ലാം നമുക്ക് അലൈൻമെന്റ് റെഡി ആക്കാൻ വേണ്ടിയിട്ട് നമുക്ക് എന്ത് യൂസ് ചെയ്യാം, CSS യൂസ് ചെയ്യാം. ഓക്കെ, അപ്പോൾ നമുക്ക് CSS സ്റ്റൈൽ ചെയ്യാൻ വേണ്ടിയിട്ട് മനസ്സിലായി അല്ലേ. അപ്പോൾ ഈ CSS നമുക്ക് പല രീതിയിൽ പല മെത്തേഡ്സിൽ എഴുതാൻ വേണ്ടിയിട്ട് പറ്റും, ഡിഫൈൻ ചെയ്യാൻ പല രീതി നമുക്ക് യൂസ് ചെയ്യാം. മൂന്ന് മെത്തേഡ്സ് ഉണ്ട്, അല്ലെങ്കിൽ 3 വേർഷൻ. ഏതൊക്കെയാണ്? ഒന്ന് ഇൻലൈൻ CSS എന്ന് പറയുമ്പോൾ നമുക്കൊരു HTML എലമെന്റ് ഉണ്ട്. ഈ HTML എലമെന്റ് നമുക്ക് എന്ത് ചെയ്യാം, ജസ്റ്റ് HTML എലമെന്റ് നമുക്ക് ഒരു സ്റ്റൈൽ കൊടുക്കാം. സ്റ്റൈൽ എന്ന് പറഞ്ഞിട്ട് ഒരു ആട്രിബ്യൂട്ട് ഉണ്ട്. എന്താണ് ആട്രിബ്യൂട്ട് എന്ന് പറയുമ്പോൾ എന്താണ്, ഒരു HTML എലമെന്റിന് അഡീഷണൽ ആയിട്ട് എന്തെങ്കിലും ഒരു ഇൻഫർമേഷൻസ് നമുക്ക് പ്രൊവൈഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യാം, നമുക്ക് ആട്രിബ്യൂട്ട് യൂസ് ചെയ്യാം. ആട്രിബ്യൂട്ട് യൂസ് ചെയ്തിട്ട് നമുക്ക് അഡീഷണൽ ഇൻഫർമേഷൻസ് ഒരു HTML എലമെന്റിന് കൊടുക്കാം. അപ്പോൾ അതുപോലെ ഈ ആട്രിബ്യൂട്ട് ആയിട്ട് നമുക്കൊരു എന്താ പറയുക, സ്റ്റൈലും കാര്യങ്ങളും ഡിഫൈൻ ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. അതിനാണ് സ്റ്റൈൽ എന്ന് പറഞ്ഞിട്ടുള്ള ആട്രിബ്യൂട്ട്. ഈ ആട്രിബ്യൂട്ടിൽ നമുക്ക് എന്ത് ചെയ്യാം, ഈ CSS ഡിഫൈൻ ചെയ്യൽ എങ്ങനെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കീ ആൻഡ് വാല്യൂസ് അല്ലെങ്കിൽ പ്രോപ്പർട്ടീസ് ആൻഡ് വാല്യൂസ് ആയിട്ടാണ്. ഇങ്ങനെ പ്രോപ്പർട്ടീസ് ആൻഡ് വാല്യൂസ്, അതായത് കോളം ബേസിൽ കോളം വെച്ചിട്ട് എന്ത് ചെയ്യും, ഒരു ഫുൾ കോളം വെച്ചിട്ട് ഇതിന്റെ സ്റ്റൈൽസിന് ഓരോ സ്റ്റൈൽസിനും എന്ത് ചെയ്യും, ഓരോ സ്റ്റൈൽസും ഡിഫൈൻ ചെയ്യൽ എങ്ങനെയാണ്, ഒരു കോളൻസ് വെച്ച് കോളനിലെ ലെഫ്റ്റിലും റൈറ്റിലും, ലെഫ്റ്റിൽ എന്താണ്, ലെഫ്റ്റിൽ വരുന്ന ഈ കളർ എന്ന് പറയുന്ന സംഭവത്തിന് നമുക്ക് പ്രോപ്പർട്ടി എന്ന് പറയാം. പിന്നെ റൈറ്റിൽ വരുന്ന വാല്യൂ, റൈറ്റിൽ വരുന്ന സാധനത്തിന് നമുക്ക് എന്താ പറയാം, വാല്യൂ എന്ന് പറയാം. അപ്പോൾ സ്റ്റൈൽ ഈക്വൽ ടു എന്ന് പറഞ്ഞിട്ട് സ്റ്റൈൽ എന്താണ്, ഒരു ആട്രിബ്യൂട്ട് ആണ്. അതിൽ ഡബിൾ കോട്ട്സിൽ അല്ലെങ്കിൽ സിംഗിൾ കോട്ട്സിൽ നമുക്ക് എന്ത് ചെയ്യാം, കളർ എന്ന് പറഞ്ഞിട്ട് പ്രോപ്പർട്ടി ഡിഫൈൻ ചെയ്യാം. അതിന്റെ വാല്യൂ എന്ത് കൊടുക്കാം, ബ്ലൂവോ റെഡോ വൈറ്റോ ഗ്രീനോ എന്ത് വേണേലും നമുക്ക് വാല്യൂസ് അതിനനുസരിച്ച് നമുക്ക് ആപ്റ്റ് ആയിട്ട് എന്താണോ അത് കൊടുക്കാം. ഇപ്പൊ ടാബിൾ നമുക്ക് എന്ത് ചെയ്യാം, ജസ്റ്റ് ഒരു ബോർഡർ ആണ് അപ്പൊ നമുക്ക് വേണ്ടത്. ബോർഡർ എന്ന് പറഞ്ഞിട്ട് എന്ത് ചെയ്യാം, ജസ്റ്റ് ബോർഡർ കൊടുക്കാൻ വേണ്ടിയിട്ടാണ്. ബോർഡർ എന്ന് പറഞ്ഞിട്ടുള്ള പ്രോപ്പർട്ടി ഉണ്ട്. അപ്പോൾ അതെങ്ങനെ ജസ്റ്റ് ടാബിൾ ബോർഡർ വേണമെന്നുണ്ടെങ്കിൽ ഞാൻ കാണിച്ചു തരാം, എങ്ങനെയാണ് ഫൈൻഡ് ചെയ്യാൻ. അപ്പോൾ നമുക്ക് വേണമെങ്കിൽ സെർച്ച് ചെയ്ത് നോക്കാം, ടാബിൾ ബോർഡർ ഇൻ HTML എന്ന് പറഞ്ഞിട്ട് സെർച്ച് ചെയ്യും. ടാബിൾ ബോർഡേഴ്സ് എന്ന് പറഞ്ഞിട്ട് ഇതെല്ലാം നമുക്ക് കാണുന്നു വെച്ചിട്ടുണ്ടെങ്കിൽ ഇൻലൈൻ അല്ല ഇന്റേണൽ എന്നുള്ള രീതിയിലാണ് കാണിക്കുന്നത്. നമുക്കത് നമുക്ക് എന്ത് ചെയ്യാം, കാണിച്ചു തരാം. ഓക്കെ, ജസ്റ്റ് ബോർഡർ എങ്ങനെ കൊടുക്കാം, ബോർഡറിന്റെ വാല്യൂസ് നമുക്ക് 1 പിക്സൽ അല്ലെങ്കിൽ 2 പിക്സൽ, ഇതെന്താണ് അതിന്റെ വിഡ്ത്ത് ആണ്. വിഡ്ത്ത് അല്ല, അതായത് തിക്നെസ്, നമ്മുടെ ബോർഡറിന്റെ തിക്നെസ് എത്രത്തോളം വേണം, പിക്സൽ റേറ്റിലാണ് നമുക്ക് എന്ത് കാണിക്കുക, ഡിഫൈൻ ചെയ്യാം. അതിന്റെ ബോർഡറിന്റെ തിക്നെസ് ഡിഫൈൻ ചെയ്യാം. അപ്പോൾ 2 പിക്സൽ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ 2 പിക്സൽ ചെറിയ കാണിച്ചു തരാം. 2 പിക്സൽ. അതുപോലെ ജസ്റ്റ് സോളിഡ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്, നമുക്ക് തിക്ക് ആയിട്ടുള്ള ബോർഡേഴ്സ് കിട്ടാൻ വേണ്ടിയിട്ടാണ് സോളിഡ് യൂസ് ചെയ്യുന്നത്. അതിന് വേറൊരു ഓപ്ഷൻ കൂടി ഉണ്ട്, ജസ്റ്റ് ഡോട്ടഡ് എന്ന് പറഞ്ഞിട്ട് കൂടി ഉണ്ട് കേട്ടോ.
ഡോട്ടഡ് സോളിഡ് അത് രണ്ടും നമുക്ക് ഡിഫറൻസ് നമുക്ക് നോക്കാം. ഇപ്പം നമുക്ക് എന്ത് ചെയ്യാം, ജസ്റ്റ് ഞാൻ കാണിച്ചു തരാം, സോളിഡ് കാണിച്ചു തരാം. സോളിഡ് ബ്ലാക്ക് എന്ന് പറഞ്ഞിട്ട് ബ്ലാക്ക് കൊടുക്കും, ബ്ലാക്ക് കൊടുക്കും, കണ്ട. അപ്പം എന്ത് ചെയ്തു, ഇതിനൊരു ബോർഡർ വന്നില്ലേ, അതായത് ഔട്ടർ ബോർഡർ ടാബിളിന് മൊത്തത്തിലൊരു ബോർഡർ വന്നു. അത് നമുക്ക് എന്ത് ചെയ്തു, 2 പിക്സലാണ്. 2 പിക്സലിൽ നമ്മൾ ജസ്റ്റ് എന്ത് ചെയ്തു, 1 പിക്സലാക്കി. 1 പിക്സലാക്കിയപ്പോൾ അതിൻ്റെ തിക്നെസ് കുറഞ്ഞത് എന്താ കണ്ടില്ലേ. അതേപോലെ ഈ സോളിഡുള്ളത് നമ്മൾ എന്ത് ചെയ്തു, ഡോട്ടഡ് ആക്കി. ഡോട്ടഡ് ആക്കിയപ്പോൾ എന്താ വ്യത്യാസം, ചെറിയ ചെറിയ ഡോട്ടുകളായിട്ട് എന്ത് ചെയ്യുന്നുണ്ട്, ജസ്റ്റ് ഇങ്ങനെ ഒരു 1 പിക്സലുള്ളത് 2 പിക്സലാക്കി കൊടുക്കുക. 2 പിക്സൽ കണ്ടോ, അതായത് ചെറിയ ചെറിയ ഡോട്ടുകളായിട്ടാണ് അതിൻ്റെ ബോർഡർ വന്നത്, കണ്ടോ. അപ്പോൾ നമുക്ക് ജസ്റ്റ് സോളിഡ് ആക്കി തന്നെ കൊടുക്കാം. ജസ്റ്റ് വേണമെന്നുണ്ടെങ്കിൽ റെഡോ എന്തെങ്കിലും കളേഴ്സ് വേറെയും കൊടുക്കാം കേട്ടോ. ജസ്റ്റ് കാണിച്ചു തരാം, നോക്കിക്കോ, റെഡ് കൊടുക്കും. ഇനി നമുക്ക് എന്ത് ചെയ്യാം, അതിന് റോസ് ടാബിൾ ഹെഡിനും അതുപോലെ നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ സ്റ്റൈൽ കൊടുക്കാം. സ്റ്റൈല് എന്ത് ചെയ്യാം, ബോർഡർ 2 പിക്സൽ സോളിഡ് റെഡ് കൊടുത്തു. എന്ത് ചെയ്ത്, റോൾ നമ്പറിന് കളർ വന്നില്ലേ. നമുക്ക് എന്ത് റെഡ് ഉള്ളത് ബ്ലാക്ക് എന്നാക്കുന്നുണ്ട്, അതല്ലേ റേറ്റ് ബ്ലാക്ക്. എന്ത് ചെയ്തു, അപ്പോൾ ഏതിന് മാത്രമേ വന്നുള്ളൂ, റോൾ നമ്പറിന് മാത്രമേ വന്നുള്ളൂ. നമുക്ക് ഇനി എന്തിനാ നെയിമിന് വേണം, വെച്ചിട്ട് വേണം, ക്ലാസ്സിന് വേണം അല്ലേ. അത് ജസ്റ്റ് സ്റ്റൈല് ബോർഡർ 2 പിക്സൽ സോളിഡ് ബ്ലാക്ക് കണ്ടോ. അപ്പം അതിന് വന്നു. ഇനി ഞാൻ എന്ത് ചെയ്യാം, ജസ്റ്റ് എന്ത് ചെയ്യാം, ഇത് കോപ്പി ചെയ്തിട്ട് അപ്പം എന്ത് ചെയ്തു, എല്ലാ ഹെഡിങ്ങും എന്ത് ചെയ്തു, ബോർഡർ വന്നു. അതേപോലെ തന്നെ നമുക്ക് എന്ത് ചെയ്യാം, ടാബിൾ ഡാറ്റയ്ക്കും കൊടുക്കാം. ടാബിൾ ഡാറ്റയ്ക്കും ജസ്റ്റ് കൊടുക്കാം, എന്ത് ചെയ്തു, അതിനും കൊടുത്തു അല്ലേ. ഒക്കത്തിന് ജസ്റ്റ് കോളംസ് ഓക്കെ. അപ്പം എന്താ, ഇപ്പം ടാബിള് റോസും കോളംസും ഒക്കെ ആയിട്ട് വൃത്തിയായിട്ട് വന്നില്ലേ. അപ്പോൾ ഈ ഒരു രീതിയിൽ നമുക്ക് എന്ത് ചെയ്യാം, ഒരു ടാബിള് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഓക്കെ, ഇതിൻ്റെ കളേഴ്സും കാര്യങ്ങളൊക്കെ മാറ്റി കൊടുക്കുക, നമ്മൾ ഇഷ്ടത്തിനനുസരിച്ച് നമുക്ക് എന്താ ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പോൾ ഫസ്റ്റ് എന്ത് ചെയ്യാം, ഈ ഒരു ടാബിളിൻ്റെ കാര്യങ്ങൾ എന്ത് ചെയ്യാം, ഈ ട്യൂട്ടോറിയലിൽ നമുക്ക് ഇവിടെ വെച്ചിട്ടാണ് കാണിക്കുക. ഓക്കെ, ഇതെന്ത് ചെയ്യാം, ഈ കാര്യങ്ങൾ പക്ക ക്ലിയർ ആക്കുക. ഇത് ടാബിൽ ഇതോടെ തീർന്നിട്ടില്ല, ഇനിയും എന്ത് ചെയ്യാൻ, ഇത് എന്ത് ചെയ്യാം, അത് അതിനനുസരിച്ച് നമുക്ക് ഇതൊന്ന് സെറ്റ് ആയതിനു ശേഷം സെറ്റ് ആക്കിയിട്ട് കൊണ്ടുവരാം. ഓക്കെ, താങ്ക് യു.